ഹലോ ഗൈസ്, ഇന്ന് ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് മാർക്കറ്റിൽ റെഡിയായിട്ട് അവൈലബിൾ ആണ് ചെറുപയർ പരിപ്പ്. ഞാനൊരു 250 ഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് ഈ ഒരു കാണുന്ന ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കഴുകിയിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് കഴുകിയിട്ടില്ല. നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പരിവാകുമ്പോൾ കഴുകി അത് കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ മഹിമ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ശർക്കര പാനീയം ഉണ്ടാക്കിയിരിക്കുന്നത്. മഹിമ ശർക്കര നല്ലതാട്ടോ. അപ്പോൾ മഹിമ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഞാൻ ശർക്കര പാനീയം ഉണ്ടാക്കിയത്. കുക്കറിൻ്റെ 3 വിസിൽ, ഒരു ഫുൾ ഓൺ ഇതിലും 2 വിസിൽ സിമ്മിലും ആക്കിയിട്ട് അങ്ങനെ ഫുൾ ഓൺ വിസിൽ വന്നതിന് ശേഷം അത് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് വേവിക്കാൻ വെച്ചു. കാരണം ചെറുപയറും ശർക്കരയും കൂടെ മിക്സ് ആവണമല്ലോ. അപ്പോൾ നന്നായിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത്, അതുപോലെ ഏലക്ക പൊടിച്ചത് 3 കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് ഞാൻ ഗ്യാസ് ഓഫാക്കി. എന്നിട്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ തേങ്ങയുടെ പാലല്ല, ഒറിജിനൽ തേങ്ങയുടെ പാലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പാക്കറ്റ് തേങ്ങാപ്പാൽ പൊടിയുടെ പാക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചൊരു തേങ്ങാപ്പാൽ കുറച്ച് കൂടിപ്പോയി. ഇത്ര അളവ് വേണ്ടായിരുന്നു. ഒരു അര ഗ്ലാസ് എനിക്ക് കുറയ്ക്കാമായിരുന്നു. അപ്പോൾ കുറച്ച് പ്രോപ്പർ കൺസിസ്റ്റൻസിയാണ്. ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ കൂടിയിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കശുവണ്ടിയും വറുത്ത് കോരി അതിലേക്ക്